നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും ഒപ്പം എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വവുമെല്ലാം തന്നെ വളരെ അങ്കലാപ്പിലായിരിക്കുകയായിരുന്നു UDF നേതൃത്വം. അങ്ങനെ ഉപതെരഞ്ഞെടുപ്പിന് അവസാന നാളെത്തുമ്പോഴേക്കും നിലമ്പൂരിൽ UDF കൊണ്ടുവരുന്ന ഓരോ നുണക്കഥകളും പൊളിഞ്ഞില്ലാതാകുകയാണ്. നിലമ്പൂരിൽ UDF കെട്ടിപ്പൊക്കുന്ന നുണഗോപുരങ്ങൾ അതെല്ലാം തന്നെ ഇന്ന് ഓരോ ദിനവും ചീട്ടുകൊട്ടാരം പോലെ പൊളിച്ചെടുക്കുകയാണ് LDF. അസത്യങ്ങൾ മാത്രമാണ് കോൺഗ്രസിന്റെ മുഖമുദ്ര. അങ്ങനെയായി മാറുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലൂടെ UDFും കോൺഗ്രസും. വസ്തുതകളിലൂടെ അത് കൃത്യമായി പൊളിച്ചെടുക്കുകയാണ് ഇടതുമുന്നണി. പറഞ്ഞതെല്ലാം പൊള്ളയാണെന്ന് ജനം തിരിച്ചറിയുമ്പോൾ അടുത്ത നുണ തേടി പോകുകയാണ് UDF ഇവിടെ ചെയ്യുന്നത്. ഇതാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിലെ പതിവ് കാഴ്ചകളെല്ലാം. ഷൗക്കത്തിന് ജയിപ്പിക്കാൻ വേണ്ടി നുണകൾ ആവർത്തിച്ച് പറയുന്ന വലിയൊരു തന്ത്രവുമായിട്ട് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് വോട്ടർമാരെ പിടിക്കാനായി ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ പലപ്പോഴും അത് വോട്ടർമാരുടെ മുന്നിൽ ഫലവത്താകുന്നില്ല എന്നതാണ് സത്യം. മലപ്പുറം ജില്ലയെ മതവൽക്കരിച്ച് ഇരവാദം പറഞ്ഞുമെല്ലാം CPM-നെ ആക്രമിക്കാനാണ് ആദ്യം കോൺഗ്രസ് ശ്രമിച്ചത്. മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ ഇടതുപക്ഷം അപമാനിക്കുകയാണെന്ന് പറഞ്ഞ കോൺഗ്രസ് പക്ഷെ ചരിത്രം മറക്കുകയായിരുന്നു ചെയ്തത്. മലപ്പുറം ജില്ലയെ അതിന്റെ രൂപീകരണത്തെ പോലും എതിർത്തിരുന്ന കോൺഗ്രസ് ആയിരുന്നു. മലപ്പുറം ജില്ലാ രൂപീകരണ സമയത്ത് കോഴിക്കോട് DCC സെക്രട്ടറി ആയിരുന്ന ആര്യാടൻ മുഹമ്മദ് മലപ്പുറം എന്ന ജില്ല രൂപീകരിക്കപ്പെട്ടാൽ അതൊരു മിനി പാകിസ്ഥാൻ ആകുമെന്നായിരുന്നു പ്രസ്താവന നടത്തിയത്. അങ്ങനെ ഉൾപ്പെടെയുള്ള ചരിത്ര സത്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കുമ്പോഴും മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള അസത്യ പ്രചരണത്തിന്റെ ഭാണ്ഡം കൂട്ടിക്കെട്ടി അതിനെ വലിയ വോട്ടർമാരുടെ മുന്നിലേക്ക് തുറന്നു വിടുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. വർഗീയതയുടെ വിഷക്കാട്ടാണ് കോൺഗ്രസ് അവസാനം ഇപ്പോൾ മണ്ഡലത്തിൽ ഇറക്കിയിരിക്കുന്നത്. കേരളമുണ്ടായ കാലം തൊട്ട് മാസപ്പിറവിക്കനുസരിച്ച് മാറ്റുന്ന പെരുന്നാൾ അവധി മാറ്റിയതിലാണ് വിഷം കലർത്താൻ കോൺഗ്രസ് ശ്രമം നടത്തിയത്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിച്ചാൽ അത് കേരളത്തിന്റെ മതേതര മനസ്സ് അംഗീകരിക്കില്ലെന്ന് പക്ഷേ കോൺഗ്രസിന്റെ ഗോൺസായിമാർക്ക് അറിയാൻ സാധിച്ചില്ല. വർഗീയതയും വിഷപ്രചരണവും കഴിഞ്ഞ് സാധാരണക്കാരനെ കൈക്കൂലിക്കാരനായി ചിത്രീകരിക്കുകയായിരുന്നു കോൺഗ്രസ് പിന്നീട് ചെയ്തത്. കേരളത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന സാധാരണക്കാരായ 62 ലക്ഷം പേരും കൈക്കൂലിക്കാരാണെന്ന പരാമർശമായിരുന്നു കോൺഗ്രസ് നേതാവും ACC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാൽ നടത്തിയത്. സാധാരണക്കാരന്റെ ആത്മാഭിമാനം അതിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലായിരുന്നു ആ പ്രസ്താവനകൾ. ഒപ്പം കൈവിട്ടുപോയെന്നറിഞ്ഞപ്പോൾ അടുത്ത കള്ളപ്രചരണവുമായി കോൺഗ്രസ് രംഗത്തെത്തി. UDF ഭരണകാലത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക വന്നിട്ടേയില്ലെന്ന പ്രചരണമായിരുന്നു അടുത്തതായി ഇറക്കിയത്. എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാർ വരുത്തിവെച്ച 19 മാസത്തെ കുടിശ്ശിക ഡോക്ടർ TM തോമസ് ഐസക് എന്ന് പറയുന്ന മുൻ ധനമന്ത്രി പൊളിച്ചടുക്കി. പിന്നീട് ആ കുടിശ്ശിക തീർത്തത് ഇടതുപക്ഷ സർക്കാരാണെന്നും മറുപടി നൽകി. 600 രൂപയിൽ നിന്ന് ക്ഷേമ പെൻഷൻ 1600 രൂപയാക്കിയതും LDF സർക്കാരാണെന്നുള്ള വസ്തുത നുണ പറയുന്നതിന് മുമ്പ് കോൺഗ്രസ് മറന്നുപോയിരുന്നു. അങ്ങനെ പറഞ്ഞ കള്ളങ്ങളെല്ലാം പാളി എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുന്നപ്പോഴായിരുന്നു വഴിക്കടവിലെ ഈ ദാരുണ സംഭവം ഉണ്ടായത്. മണ്ഡലത്തിലെ ഈ ഒരു ദാരുണ സംഭവം കോൺഗ്രസിലെ ശവന്തീനികൾ അങ്ങനെ കൊത്തിവലിച്ച് വോട്ടാക്കി മാറ്റാനുള്ള വ്യഗ്രതയിൽ ഇന്നും തെരുവിലേക്ക് ഇറങ്ങുകയിരിക്കുകയാണ്. കോൺഗ്രസ് പ്രവർത്തകൻ അനധികൃതമായി വെച്ച പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ 15കാരൻ മരണമടഞ്ഞതിനെ ആഘോഷമാക്കി മാറ്റി ശവന്തീനികൾ എന്ന കോൺഗ്രസ്. ഹോസ്പിറ്റലിലേക്കുള്ള റോഡടക്കം ഉപരോധിച്ച് ആ ഉപരോധ നാടകത്തിനിടെ ആഘോഷപൂർവ്വം സെൽഫി എടുത്ത് മടങ്ങുന്ന കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല സാമൂഹിക മാധ്യമങ്ങളിൽ ഒരിക്കൽ കൂടി കണ്ടു കോൺഗ്രസിന്റെ മുഖം. മരണത്തെയും വോട്ടാക്കാനുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശ്രമത്തിനെതിരെ ശക്തമായ ജനവികാരമാണ് ഇപ്പോൾ മണ്ഡലത്തിൽ ഉയർന്നിരിക്കുന്നത്. അങ്ങനെ വിഷപ്പത്തി താഴ്ത്താൻ കോൺഗ്രസ് നിർബന്ധിതമായിരിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ അതും ഈസി വോക്കവറിലൂടെ മണ്ഡലം പിടിച്ചെടുക്കാമെന്ന കോൺഗ്രസിന്റെ വ്യാമോഹങ്ങൾക്ക് കനത്ത മറുപടിയാണ് എം സ്വരാജിലൂടെ നൽകിയത്. കോൺഗ്രസിന്റെ അത്യാഗ്രഹങ്ങൾക്കേറ്റ അടികൂടിയായിരുന്നു ആ സ്ഥാനാർത്ഥിത്വം. അതോടെ സമനില തെറ്റിയ കോൺഗ്രസ് നേതൃത്വം പ്രചാരണത്തിനായി നുണകളുടെ ഭാണ്ഡക്കെട്ട് തന്നെയാണ് ഇപ്പോൾ അഴിച്ചുവിടുന്നത്. നുണകൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന വലിയൊരു തന്ത്രം. അതെന്തായാലും ഇനി നിലമ്പൂരിലെ വോട്ടർമാരുടെ ഇടയിൽ UDFനും കോൺഗ്രസിനും ഇറക്കാൻ സാധിക്കില്ല. കാരണം UDFന്റെയും കോൺഗ്രസിന്റെയും മുഖം ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എത്രയോ ദുരന്തങ്ങളെ അതിജീവിച്ച വിദ്വേഷ പ്രചരണങ്ങൾ പൊരുതി തോൽപ്പിച്ച കേരളത്തിലെ ജനത എന്തായാലും ഈ ഒരു കോൺഗ്രസിന്റെ മുഖവും തിരിച്ചറിയാൻ അധികം വൈകിട്ടില്ല എന്ന യഥാർത്ഥ സത്യം ഇവിടെ പറഞ്ഞു വെക്കുന്നു.